ഫ്രണ്ട്സ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അതായത് SSCയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വിവിധ ഓർഗനൈസേഷനിലേക്കും വിവിധ സ്ഥാപനങ്ങളിലേക്കും വിവിധ മിനിസ്ട്രീസിലേക്കൊക്കെയുള്ള വേക്കൻസികൾ നികത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നത്. SSC ആണ് ഈ ഒരു റിക്രൂട്ട്മെൻ്റ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക, അതായത് ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾക്ക് അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, നമ്മളിതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ SSCയുടെ പുതിയ വെബ്സൈറ്റാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇതിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഇതുവഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ OTR ചെയ്യണം. അപ്പോൾ മുൻപ് നമ്മൾ ഈ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ OTR ചെയ്തിട്ടുണ്ടാവും. അതായത് OTR എന്ന് പറഞ്ഞാൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ലോഗിൻ ID അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ യൂസ് ചെയ്ത് യൂസർ നെയിം പാസ്വേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മുൻപ് ജസ്റ്റ് എന്താണ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ലൈവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോട്ടോ എടുക്കണം. ലൈവായിട്ടുള്ള ഒരു ക്യാപ്ചറിങ് സംവിധാനമാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമാക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിലേക്ക് ഏതൊക്കെയാണ് വേക്കൻസി, എവിടേക്കാണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ പോസ്റ്റുകളാണെന്നുള്ളതൊക്കെ വിശദമാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്യാണ്, നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടില്ലെങ്കിൽ അഥവാ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് 61.2K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോസ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഒട്ടനവധി കാറ്റഗറി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ നമുക്ക് നോക്കാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇന്നലെയാണ്, അതായത് 24/6/2024 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ് നമ്മൾ ആദ്യം പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നിങ്ങൾക്ക് ജൂൺ 24 മുതൽ നിങ്ങൾക്ക് ജൂലൈ 24 വരെ അപ്ലൈ ചെയ്യാൻ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും പറഞ്ഞു. ഇതിനടുത്ത് ഇതിൻ്റെ ഫീ പേയ്മെൻറ്റ് നമുക്ക് ജൂലൈ 25 വരെ സമയമുണ്ട് കേട്ടോ ഫീ പേയ്മെൻറ്റിന്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ കാണാം വിൻഡോ, ഈ പറയുന്ന കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന ഡേറ്റ് ഇതിൽ പറയുന്നുണ്ട്. കറക്ഷൻ വിൻഡോ എന്ന് വെച്ചാൽ നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിശ്ചിത ഒരു ഫീയോട് അല്ലെങ്കിൽ ഫൈനോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അപേക്ഷയിൽ നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. അതിനുള്ളൊരു സംവിധാനം നമ്മുടെ SSC ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡേറ്റാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 10/8/2024 മുതൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 11/8/2024. ഓക്കെ, ഈ ഡേറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താനുള്ളൊരു അവസരമാണ് SSC തരുന്നത്. ഈ 2 ഡേറ്റ് 2 ദിവസങ്ങളിൽ നമുക്കത് തിരുത്താനുള്ള ലിങ്ക് ഉണ്ടാവും. നമ്മുടെ പ്രൊഫൈലിൽ കയറി നമ്മൾ അത് തിരുത്താനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് നമുക്ക് തിരുത്താൻ പറ്റും. ഇനി അടുത്ത നിങ്ങൾക്ക് ഇതിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എക്സാം ഉണ്ടാകും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. Tier 1 Tier 2 എക്സാമിനേഷനാണ്. Tier 1ൻ്റെ ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട് സെപ്റ്റംബർ ആണ്. സെപ്റ്റംബർ ഒക്ടോബർ 2024 തന്നെ. Tier 2 ഡിസംബർ 2024 ആയിരിക്കും ഉണ്ടായിരിക്കുക. ഏകദേശം ഡേറ്റാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ PSC പോലെയല്ല, നമുക്ക് ഏകദേശം ഡേറ്റുകളൊക്കെ എക്സാമുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വേക്കൻസികൾ എത്ര ഉണ്ടെന്നൊക്കെ ഞാൻ പറയാം. ഓക്കെ, ഏകദേശം 17,000 മുകളിലാണ് ഓൾ ഇന്ത്യ ലെവലിൽ ഇതിൽ വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പേ ലെവൽ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് ഇവിടെ കാണാം പേ ലെവൽ 7 ആണ്. ഇവിടെ കാണാം 44,900 മുതൽ 1,42,400 വരെയാണ് സ്കെയിൽ വരുന്നത്. ഇതൊക്കെ ഗ്രൂപ്പ് ബിയും ഗ്രൂപ്പ് സിയും പോസ്റ്റാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ബി പോസ്റ്റുകളിലേക്കും അതിൻ്റെ ഏജ് ലിമിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കോളം വൈസ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെയിം ഓഫ് പോസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് അധികമുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അപ്പോൾ നിങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഇതിലും കാണാം അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, അത് സെൻട്രൽ സെക്രട്ടറി സർവീസ് ഗ്രൂപ്പ് ബി ആണ്. ഏജ് ലിമിറ്റ് ഇവിടെ ഉണ്ടാവും 20 to 30 ഇത് ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ ഏജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുക. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇതിൽ 5 വർഷം അവർക്ക് കൂട്ടാൻ പറ്റും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഈ പറയുന്ന ഒന്നാമത് സീരിയൽ നമ്പറിൽ 1ാമത്തെ പോസ്റ്റ് ആണെങ്കിൽ 20 to 30 ആണല്ലോ. 30 എന്ന് പറയുന്ന ആ ഒരു ഇതാണ് മാക്സിമം ഏജ് ലിമിറ്റ്. അപ്പോൾ 30 SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. എക്സ് സർവീസ്മെനും വിഡോസ് ഡിവോഴ്സിനുള്ള വനിതകളും ഒക്കെ എന്താണ് നിയമാനുസൃതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ ഏജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ കാണാൻ ഇൻ്റലിജൻസ് ബ്യൂറോ, അങ്ങനെ വിവിധ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് റെയിൽവേയിലേക്ക് വേക്കൻസി ഉണ്ട്, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ. ഓക്കെ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയർ, നിങ്ങൾക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ട് കാര്യങ്ങളാണ്. CBDT, അതുപോലെ പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം CBIC. ഇതിൽ കാണാം ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ്, അതുപോലെ ഇൻസ്പെക്ടർ പ്രിവെൻറ്റീവ് ഓഫീസർ, അതായത് ഇൻസ്പെക്ടർ എക്സാമിനർ. ഇങ്ങനെ വിവിധ കാറ്റഗറിയാണ് കേട്ടോ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നിശ്ചിതമായിട്ടുള്ള ആ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ്
സ്റ്റാൻഡേർഡ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ കാര്യങ്ങളും പാടെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള പോസ്റ്റിനൊന്നും ഫിസിക്കൽ സ്റ്റാൻഡേർഡോ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. എന്നാൽ ഇൻസ്പെക്ടർ പോലെയുള്ള ഇങ്ങനെയുള്ള പോസ്റ്റിലേക്ക് എന്താണ് ഈ പറയുന്ന നിശ്ചിതമായ ഹൈറ്റും അതുപോലെ നിശ്ചിതമായിട്ടുള്ള എന്താ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചില പോസ്റ്റ് നമുക്ക് കാണാൻ ഗ്രൂപ്പ് സി ആണ്, ചിലത് ഗ്രൂപ്പ് ബി ആണ്. അങ്ങനെ ഓരോ കാറ്റഗറി നിങ്ങൾക്ക് ആ പോസ്റ്റ് വൈസ് കാണാൻ പറ്റും. ഓക്കെ. പിന്നെ അതിൽ തന്നെ നമുക്കിത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അതുപോലെ തന്നെ നിങ്ങൾക്കൂടെ കാണാം സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, ഇങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇതിനടുത്ത് പേ ലെവൽ 6 ആണ് ഇവിടെ കാണുന്നത്. 35,400 മുതൽ 1,12,400 അതിൻ്റെ സ്കെയിൽ വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ്, അതുപോലെ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ്, റിസർച്ച് അസിസ്റ്റൻറ്റ്, സബ് ഇൻസ്പെക്ടർ, ഇങ്ങനെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, ഓക്കെ. ദെൻ അങ്ങനെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ഓക്കെ. ഇതൊക്കെ ഏജ് ലിമിറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏജ് ലിമിറ്റ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ നോക്കാം. അത് അല്ലെങ്കിൽ ഈ ജസ്റ്റ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കിയാൽ മതി. ഓക്കെ. ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാവുന്നതാണ് നിങ്ങൾ ഏജ് ഓക്കെ ആണോ എന്നുള്ളത്. ഇതിനടുത്ത് പേ ലെവൽ 5 ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാം 29,200 മുതൽ 92,300 വരെയാണ് അതിൻ്റെ സ്കെയിൽ വരുന്നത്. ഓഡിറ്ററൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്, അക്കൗണ്ടൻറ്റ്, അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് ഡിഗ്രി പ്ലസ് ചില എന്താണ് കാര്യങ്ങൾ പാട് അതിൽ പറയുന്നുണ്ട്, ക്രൈറ്റീരിയ, അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ബാക്കി എല്ലാ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗ്രൂപ്പ് സി പോസ്റ്റാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് പേ ലെവൽ 4 ആണ്. നിങ്ങൾക്കൂടെ കാണാം 25,500 മുതൽ 81,100 ആണ്. ഇതൊക്കെ ഗ്രൂപ്പ് സി പോസ്റ്റാണ്. ഇവിടെ കാണാം പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, അത് സോർട്ടിംഗ് അസിസ്റ്റൻ്റ് ഒക്കെ വിളിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിലേക്ക്, അത് നമ്മുടെ പോസ്റ്റ് ഓഫീസ് ബേസ് ചെയ്തുള്ള ജോലിയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് ഈ ഒരു എൻട്രി ആണ് കേട്ടോ. ഓക്കെ. 18-27. അതുപോലെ സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, അപ്പർ ഡിവിഷൻ ക്ലർക്സ്, അതുപോലെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ്, ടാക്സ് അസിസ്റ്റൻറ്റ്, ഓക്കെ. സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിലേക്ക് സബ് ഇൻസ്പെക്ടർ, അങ്ങനെ വിവിധ തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 17,727 വേക്കൻസിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. വേക്കൻസി ഒക്കെ മാറി മാറി കിട്ടും. അപ്പം നിങ്ങൾ നോക്കിയേ വേണ്ട, നിങ്ങൾ അപ്ലൈ ചെയ്യാം എലിജിബിൾ ആണെങ്കിൽ. ഇനി ഏജ് ലിമിറ്റ് കണക്കാക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1/8/2024 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏജിലൊക്കെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് വെബ്സൈറ്റിൻ്റെ ജിയോസിൽ എജുലാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈസി ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഭാഗം കാണാം. ഓക്കെ. നിങ്ങൾക്ക് മൊബൈൽ വ്യൂ ആണെങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും മെനുവിൽ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. അതിൽ ക്ലിക്ക് ചെയ്ത്, ഇപ്പോൾ ടാബിൻ്റെ വ്യൂവിൽ അതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. പേജ് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ഇതിനടുത്ത് നമുക്ക് വരുന്നത് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏജ് റിലാക്സേഷനൊക്കെ ഞാൻ പറഞ്ഞു. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിതാ നിങ്ങൾക്കിവിടെ കാണാം ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ. അങ്ങനെ ചില പോസ്റ്റിന് ചില എന്താണ് സ്പെസിഫിക് ആയിട്ട് ഇവർ പറയുന്നുണ്ട്, ആ ഒരു ക്വാളിഫിക്കേഷൻ വേണം കേട്ടോ. ഓക്കെ. എന്നാൽ ബാക്കിയുള്ള എല്ലാ പോസ്റ്റിനും നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറയുന്ന തസ്തിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി, ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയും പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ +2 ലെവലിൽ നമ്മൾ മാത്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. +2 സയൻസ് എടുത്ത് പഠിച്ചവർക്കാണ് ഇത് പറ്റുക എന്നുള്ളതാണ്. അത് +2 സയൻസ് എടുത്ത് പഠിച്ച് നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മാത്സിൽ നമ്മൾ 60% മാർക്ക് നേടിയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഒന്നുമില്ല, നിങ്ങൾക്ക് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം. +2 സയൻസിൽ നമുക്ക് മാത്സ് ഉണ്ടായിരിക്കും. ആ മാത്സിൽ 60% നമ്മൾ മാർക്ക് ഉണ്ടായിരിക്കണം. പ്ലസ് അഡീഷണലി നമുക്ക് ഏതെങ്കിലും ഒരു എന്താണ് വിഷയത്തിലുള്ള ബിരുദം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറയുന്ന തസ്തിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതില്ല, നിങ്ങൾക്ക് മറ്റൊരു രീതിയിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾ +2 സയൻസ് ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾ ഡിഗ്രി പഠിച്ചിട്ടുണ്ട്. ഡിഗ്രി പഠിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. ഇതിനടുത്ത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം അടുത്ത സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ആണ് ഇതിൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള എന്താണ് ഡിഗ്രി തന്നെയാണ് പറയുന്നത് കേട്ടോ. ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളൊരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതായത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമായാൽ മതി, പക്ഷേ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് ഒരു സബ്സിഡിയറി സബ്ജക്റ്റായിട്ടോ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പോസ്റ്റിൽ നമുക്ക് ഇവിടെ 6, അതായത് സെമസ്റ്റർ വൈസ് ആയിട്ടാണ് നമ്മൾ പഠിച്ചതെങ്കിൽ 6 സെമസ്റ്ററിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിരിക്കണം. ഇനി അതല്ല ഇയർ വൈസ് ആയിട്ടാണ് നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തെങ്കിൽ 3 വർഷവും നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ പഠിച്ചിരിക്കണം. അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി. എന്നാൽ നിങ്ങൾക്ക് നേരത്തെ മുകളിൽ പറഞ്ഞ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ആണെങ്കിൽ അതിലെന്താണ് നിങ്ങൾ ഡിഗ്രി ലെവൽ ഏതെങ്കിലും ജസ്റ്റ് ഒന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത്ര ഇയർ പഠിക്കണം അങ്ങനെയുള്ള പ്രത്യേക കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. എന്നാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ആണെങ്കിൽ നിങ്ങൾ ആ എത്ര വർഷം പഠിച്ചോ ആ വർഷം മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ.
അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് റിസർച്ച് അസിസ്റ്റൻറ്റ് ഇൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനാണ്, NHRCയിലേക്കാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി, ഏതെങ്കിലും വിഷയത്തിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ കുറച്ചും കൂടെ മുൻഗണന അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയുള്ള കാൻഡിഡേറ്റ്സ് ആരാന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാം. മിനിമം 1 year റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവർ കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ നിയമത്തിലുള്ള ബിരുദമോ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിലുള്ള ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആണെന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡിസൈറബിൾ ക്വാളിഫിക്കേഷനാണിത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനടുത്തത് ബാക്കി എല്ലാ പോസ്റ്റിലേക്കും ഓൾ അതർ പോസ്റ്റാണ് ഇവിടെ കാണാൻ നിങ്ങൾക്ക്. ഇതിലാപ്പാടെ 2 കാറ്റഗറി അല്ലെങ്കിൽ 3 കാറ്റഗറി പോസ്റ്റിലേക്ക് മാത്രമേ ഈ പറയുന്ന രീതിയിലുള്ള ചില നിബന്ധനകൾ പറയുന്നുള്ളൂ. ബാക്കി എല്ലാ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് അവിടെ കാണാം ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. ജസ്റ്റ് നിങ്ങൾക്കൊരു ബിരുദമുണ്ടോ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. ഏത് വിഷയമാണെങ്കിലും കുഴപ്പമില്ല, ഏത് ഡിസിപ്ലിനിൽ നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ് ഈ നോട്ടിഫിക്കേഷൻ്റെ പ്രത്യേകത. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഗവൺമെൻറ്റിൽ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി നല്ല ഉയർന്ന സ്കെയിലിൽ നമുക്ക് സാലറി വാങ്ങാവുന്ന ഒരു എൻട്രിയാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ലൈവായിട്ട് ഫോട്ടോ എടുക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അപ്ലിക്കേഷൻ ഫീ ഉണ്ട്, നമുക്ക് 100 രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത്. എന്നാൽ വിമൻ കാൻഡിഡേറ്റ്സിനോ അല്ലെങ്കിൽ SC/ST കാൻഡിഡേറ്റ്സിനോ PWD കാൻഡിഡേറ്റ്സിനോ എക്സ് സർവീസിനോ ഒന്നും യാതൊരു ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓൺലൈനായിട്ടാണ് നമ്മൾ ഫീ അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിക്കാം. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ കേരള കർണാടക റീജിയനാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എറണാകുളം, അതുപോലെ കൊല്ലം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, ദെൻ തിരുവനന്തപുരം. ഇങ്ങനെയാണ് ഇതിൻ്റെ എക്സാം സെൻറ്റർ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓരോ റീജിയൻ വൈസ് വാക്കൻസി അതായത് എക്സാം സെൻറ്റർ കാര്യങ്ങളൊക്കെ ഈ ടേബിളിൽ നിന്ന് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ സ്കീം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തുടക്കത്തിൽ 2 എക്സാം ഉണ്ടായിരിക്കും, Tier 1 Tier 2. Tier 1 എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശമാണ്. Tier 2 എന്ന് പറയുന്നത് മെയിൻ എക്സാമാണ്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ Tier 1 ആണെങ്കിലും Tier 2 ആണെങ്കിലും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ സ്കീം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാം. Tier 1ൻ്റെ സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാ പോസ്റ്റിനും ഈ ഒരു എക്സാം ഉണ്ടാവും, Tier 1 ഉണ്ടാവും. ഓക്കെ, അതിൽ വരുന്ന ആ ഒരു മാർക്ക് വെയിറ്റേജ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തു കൂടെ കാണാം. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ കുറഞ്ഞൊരു റൈറ്റ് നിങ്ങൾക്ക് PDF എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ. വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട, സ്റ്റഡി മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാം. അത്യാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും വിത്ത് സൊല്യൂഷൻ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിനടുത്ത് സ്കീം Tier 2ൻ്റെ സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. Tier 2 നിങ്ങൾക്ക് പേപ്പർ 1ഉം പേപ്പർ 2 ആണ് വരുന്നത് കേട്ടോ. പേപ്പർ 1 എന്ന് പറയുന്നത് എല്ലാ പോസ്റ്റിനും കമ്പൽസറി ആണ്. ഓക്കെ, എന്നാൽ പേപ്പർ 2 എന്ന് പറയുന്നത് ചില പോസ്റ്റ് അക്കൗണ്ടൻറ്റ് അങ്ങനെ പോലുള്ള ചില പോസ്റ്റുകളുണ്ടല്ലോ, അതിന് മാത്രമാണ് പേപ്പർ 2 വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ പേപ്പർ 1 ബാക്കി എല്ലാ പോസ്റ്റും ഉണ്ടായിരിക്കും. അതിൻ്റെ സ്കീം നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് നോക്കിയെടുക്കാം, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ്. അതിൽ തന്നെ വിവിധ മൊഡ്യൂൾ വൈസ് ആയിട്ടൊക്കെയാണ്, സെക്ഷൻ വൈസ് ഒക്കെ ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ സ്കീം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നു പലരും അഭിപ്രായപ്പെടുന്നതുകൊണ്ടാണ് മാക്സിമം എന്ത് ചെയ്തത് ചുരുക്കി ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മളിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ CGLൻ്റെ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ അതിൽ ഈ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ജസ്റ്റ് ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ കിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാ, ഇൻസ്പെക്ടർ നിങ്ങൾക്കിവിടെ കാണാൻ സെൻട്രൽ എക്സൈസ് CBICയിലേക്കും, അതുപോലെ ഈ ഇൻസ്പെക്ടറൽ എക്സാമിനർ CBIC, അതുപോലെ ഇൻസ്പെക്ടർ പ്രിവെൻറ്റീവ് ഓഫീസർ CBIC, ഇൻസ്പെക്ടർ CBN, അതുപോലെ സബ് ഇൻസ്പെക്ടർ CBN മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, സബ് ഇൻസ്പെക്ടർ ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ ഇൻ NCB, അതുപോലെ നിങ്ങൾക്ക് സബ് ഇൻസ്പെക്ടർ CBI, സബ് ഇൻസ്പെക്ടർ NIA. ഈ പറയുന്ന കാറ്റഗറിയിലുള്ള പോസ്റ്റ് ഉണ്ടെങ്കിൽ കൂടെ കാണാം 1, 2, 3, 4, 5, 6, 7, 8, 9ഓളം ഈ കാറ്റഗറിയിലുള്ള പോസ്റ്റ് ഉണ്ടല്ലോ, ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. അതായത് നമ്മൾ ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നിശ്ചിതമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ പ്രിഫറൻസ് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ മെറിറ്റ് കം പ്രിഫറൻസ് ആണ് വരിക. അപ്പം മെറിറ്റ് കം പ്രിഫറൻസിന് കൊടുക്കാൻ നമ്മൾ SSC നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ എലിജിബിൾ ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. കാരണം ഇൻസ്പെക്ടർ ഇങ്ങനെയുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് നിശ്ചിതമായുള്ള ഹൈറ്റും അതുപോലെ നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റൊക്കെ നമുക്ക് ആ കടമ്പൊക്കെ നമുക്ക് കടക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കാം. അതായത് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രമേ ഉള്ളൂ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും. അതായത് എത്ര ഹൈറ്റ് വേണം, എത്ര വെയിറ്റ് വേണം, ചെസ്റ്റ് എത്ര വേണം എന്നുള്ള കാര്യം നോക്കും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻ നമ്മുടെ കാര്യക്ഷമത മീൻസ് കായിക ക്ഷമത നോക്കും. ഓക്കെ, നമുക്ക് എത്രത്തോളം നമ്മൾ എഫിഷ്യൻ്റ് ആണെന്നുള്ളത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് സൈക്ലിങ്ങും വാക്കിംഗ് ഒക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പോസ്റ്റിന് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ളൂ. ബാക്കി ഒരു പോസ്റ്റിലേക്കും ഇത്തരം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റോ അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റോ കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ ഞാൻ മറ്റൊരു ഭാഗത്ത് പറയാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് SC/ST OBCക്കൊക്കെ നിശ്ചിത റിസർവേഷൻ കിട്ടുമെങ്കിൽ അതിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ഫോർമാറ്റ്.
ഈ ഒരു ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം കേട്ടോ നമ്മുടെ കയ്യിലുണ്ടായിട്ട് വാലിഡ് ആയിട്ടുള്ള. അതോടൊപ്പം തന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ആ ഉള്ളിൽ നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇനി OBC ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് തയ്യാറാക്കേണ്ട സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റ് മാതൃകയാണ് ഈ കാണുന്ന നിങ്ങൾ സ്ക്രീനിൽ. ഇതിനനുശേഷം EWS ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ്. അപ്പോൾ ഇതൊക്കെ കൊടുത്തു. പിന്നെ ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞു നിശ്ചിതമായിട്ടുള്ള ചില പോസ്റ്റിലേക്ക് എന്താണ് ഈ പറയുന്ന ഹൈറ്റും വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഇൻസ്പെക്ടർ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇൻസ്പെക്ടർ, അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ സെൻട്രൽ എക്സൈസ്, അതുപോലെ എക്സാമിനർ, അതുപോലെ പ്രിവെൻറ്റീവ് ഓഫീസർ, അതുപോലെ ഇൻസ്പെക്ടർ ആൻഡ് സബ് ഇൻസ്പെക്ടർ, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്. ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നിശ്ചിതമായുള്ള ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യാം ഈ ഭാഗം. അപ്പോൾ അതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഹൈറ്റ് 187.5 സെൻറ്റിമീറ്റർ, മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഹൈറ്റ് 187.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ഓക്കെ, ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ നോർമൽ, എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്ററും കിട്ടണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹൈറ്റിൽ ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ 5 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, വാക്കിംഗ് ആണ് ഉണ്ടായിരിക്കും. 1600 മീറ്റർ 15 മിനിറ്റ് കൊണ്ട് നമ്മൾ നടന്നെത്തണം. സൈക്ലിംഗ് 8 കിലോമീറ്റർ 30 മിനിറ്റ് കൊണ്ട് സൈക്ലിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് 152 സെൻറ്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കണം. ഹൈറ്റ് വെയിറ്റ് ആണ് 48 കിലോഗ്രാംസ് വെയിറ്റ് ഉണ്ടായിരിക്കണം. ഇവിടെ ചെസ്റ്റ് ഇവർക്ക് ബാധകമല്ല. അതുപോലെ തന്നെ ഹൈറ്റിൽ റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ 2.5 സെൻറ്റിമീറ്ററും വെയിറ്റിൽ 2 kg എന്താണ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ അടുത്ത ഫിസിക്കൽ ടെസ്റ്റ് ഇവർക്ക് വരുന്നത് 1 കിലോമീറ്റർ വാക്കിംഗ് 20 മിനിറ്റ് കൊണ്ട് നമ്മൾ നടന്നെത്തണം. സൈക്ലിംഗ് ആണെങ്കിൽ 3 കിലോമീറ്റർ 25 മിനിറ്റ് കൊണ്ട് കേട്ടോ. അത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ അടുത്ത് ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലേക്കാണ് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഹൈറ്റ് ഉണ്ടായിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 165, ഫീമെയിൽ ആണെങ്കിൽ 150. ദെൻ അതുപോലെ തന്നെ റിലാക്സേഷൻ ഉണ്ടായിരിക്കും ട്രൈബൽസിനൊക്കെ. പിന്നെ ചെസ്റ്റ് ആണെങ്കിൽ 76 സെൻറ്റിമീറ്റർ വിത്ത് എക്സ്പാൻഷൻ ആണ് പറയുന്നത്. പിന്നെ വിഷനൊക്കെ ഇങ്ങനെ പ്രോപ്പറായിട്ട് കൂടെ കാണാൻ ഡിസ്റ്റൻസ് 6/6ഉം 6/9 ഒക്കെ ഉണ്ടായിരിക്കണം അറ്റ്ലീസ്റ്റ്. ഇതിനടുത്ത് നിങ്ങൾക്ക് കൂടെ കാണാം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഫോർ പോസ്റ്റ് ഓഫ് സബ് ഇൻസ്പെക്ടർ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. ഇതിലേക്ക് മെൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. ചെസ്റ്റ് 76 സെൻറ്റിമീറ്റർ വിത്ത് എക്സ്പാൻഷൻ. ഇത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ബാധകമുള്ളൂ കേട്ടോ. ഫീമെയിൽസിന് ഈ പറയുന്ന കാറ്റഗറിയിലൊന്നും ചെസ്റ്റ് ബാധകമല്ല. പിന്നെ വിഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്കാം. പിന്നെ അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ നിങ്ങൾക്കൂടെ കാണാം നമ്മുടെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലേക്കാണ് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മെയിൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 125, ഫീമെയിൽ ആണെങ്കിൽ 182 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. അപ്പോൾ അടുത്ത ചെസ്റ്റാണ്. ചെസ്റ്റ് നിങ്ങൾക്ക് 76 സെൻറ്റിമീറ്റർ വേണം. അതുപോലെ എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ വേണം എന്നുള്ളതാണ്. വിഷനൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ എന്താണ് ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ്, അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രം. ബാക്കിയുള്ളതിലേക്ക് ഒന്നും നമുക്ക് എന്ത് വേണ്ട, ഈ പറയുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡോ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. വീണ്ടും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത് സ്കിപ്പ് ചെയ്ത് കാണുന്നവർ എന്ത് വിചാരിക്കും, ഇതിലേക്കൊക്കെ അതുണ്ടാവും വിചാരിച്ച് എക്സാമിന് അപ്ലൈ ചെയ്യാതിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രമേ ഇത് ബാധകമുള്ളൂ. അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, നിങ്ങൾ നിശ്ചിത ഹൈറ്റും ആ ഒരു ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതിലേക്ക് ഇനി മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് അതാണ്. ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞ ലിങ്ക് ഇരുമാതിരി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരിക. നിങ്ങളുടെ SSC CGL 2024 റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ട് വേണം. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് ഇങ്ങനെ വരിക. നിങ്ങൾക്ക് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആണ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, ആ ഇമ്പോർട്ടൻറ്റ് ലിങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാം. ഇനി SSC CGL സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ ജസ്റ്റ് അതിൻ്റെ നേരെയുള്ള ലിങ്കിൽ ഇതാ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ കാണിക്കട്ടോ ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പുതിയൊരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് കുറച്ച് PDF ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ജസ്റ്റ് നമുക്ക് കാണാം GSC ജില്ലാ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാം. താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ ഇപ്പോൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേറൊരു പ്ലാറ്റ്ഫോമിലായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആകുന്നത് കാരണം പലർക്കും സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നില്ല എന്നുള്ള ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇതിൽ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം SSC GK ബുക്ക് ഈ ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിങ്ങൾക്ക് കാണാം ഹെൽപ്ഫുൾ SSC CGL എക്സാം. CGL എക്സാമിന് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയലാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. 71% അതിലിപ്പം നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് 23 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ടു കാർട്ട് അല്ലെങ്കിൽ ബൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ബൈ നൗ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബേസിക് കാര്യങ്ങൾ നിങ്ങളുടെ പേര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവ്യൂ ആൻഡ് പേ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ യൂസ് ചെയ്ത് ഈസി ആയിട്ട് എന്ത് ചെയ്യുക അത് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് അറിയാമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ വീണ്ടും നമ്മൾ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ ഇവിടെ കാണാം. മറ്റ് കോമൺ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഇതിലുണ്ട് കേട്ടോ. പഴയ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ഏറ്റവും അടിയിലുണ്ട് ASRO അങ്ങനെ തുടങ്ങിയിട്ട് മറ്റ് കോമൺ സ്റ്റഡി മെറ്റീരിയൽസിൽ അതിലുണ്ട്. അത് ഞാൻ ഇതിലേക്ക് മാറ്റും പതുക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കാണാം, നിങ്ങൾക്ക് അപ്ലൈ എന്നുള്ള ബട്ടണിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന കൊടുക്കുക. നിങ്ങൾ ആ ക്ലിക്ക് ചെയ്യുന്ന കൊടുക്കുമ്പോൾ നമുക്ക് SSCയുടെ പുതിയ സൈറ്റിലേക്കായിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോഗിൻ ഫസ്റ്റ് മോൾ ഇവിടെ കാണാൻ ലോഗിൻ ഓർ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി നമ്മൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ലോഗിൻ ചെയ്യാം. ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആ രജിസ്റ്റർ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യണം, ഇതിൽ രജിസ്ട്രേഷൻ നടത്തണം. അതാണ് OTR രജിസ്ട്രേഷൻ. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്താൽ മതി. നമുക്ക് ESC ഒക്കെ പോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആ വീഡിയോ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ കാണിക്കാം. ആ വീഡിയോ നമ്മുടെ ഈ കറണ്ട് ആയിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഇത് അവിടെ കാണും. അതിൻ്റെ താഴെയിട്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം SSC OTR വീഡിയോ. അത് നമ്മൾ കുറച്ച് മുൻപ് ചെയ്ത വീഡിയോ ആണ്. നമ്മൾ SSCയുടെ phase 12 റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ്. ഇതിൽ ജസ്റ്റ് നിങ്ങൾ ഇങ്ങോട്ട് സീക്ക് ചെയ്ത് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ OTR എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ, അതിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു റിക്രൂട്ട്മെൻറ്റ് മാറുന്നുള്ളൂ, സെയിം കാര്യങ്ങളൊക്കെയാണ്, ഫോമൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ SSCയുടെ പുതിയ വെബ്സൈറ്റിൽ എങ്ങനെ അപേക്ഷിക്കുക എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വാച്ച് ഓൺ യൂട്യൂബിൽ നിന്ന് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, സെയിം ഫോം തന്നെയാണ്. ഇത് നമ്മൾ SSCയുടെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ്റെ ആ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്ത് OTR ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത്, നമ്മൾ ലൈവായിട്ട് എങ്ങനെ ഫോട്ടോ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൽ ലൈവായിട്ട് ഫോട്ടോ എടുക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ 2 വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് OTR വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ആണെങ്കിൽ സെയിം ഫോം തന്നെയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ OTR ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ മാറ്റി പിടിച്ചാൽ മതി. ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ വീഡിയോ ചെയ്യാം. നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യണമെന്നുള്ള വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക്